അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യവും ആഗ്രഹവും എന്താകണം എന്ന ചോദ്യത്തിന് അള്ളാഹുവിന് പ്രിയപ്പെട്ട മുസ്ലിമായി ജീവിക്കുകയും അതേ ഇസ്ലാമോടുകൂടി തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യുക എന്നതാണ്. ഓരോ ഖുതുബകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ ഉണർത്തിയ അതേ കാര്യം ഖതീബുമാർ മിമ്പറിൽ കയറുമ്പോഴൊക്കെ അതേ ചര്യ പിൻപറ്റാറുണ്ട്. അത് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ടാണ്. ആ ആയത്തിന്റെ അവസാനം വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ ഒരിക്കലും മരിച്ചു പോകരുത്. ഓരോ ഖുതുബയിലും അത് പറയണമെങ്കിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടാകും ആ വിഷയത്തിന്. ഇപ്പൊ മുസ്ലിമായിക്കൊണ്ടല്ലാതെ ഒരിക്കലും മരിക്കരുത്. ഖുർആൻ വിശ്വാസികളുടെ പ്രാർത്ഥന പറഞ്ഞിടത്തും ഇതുതന്നെ ആവർത്തിച്ചു. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, അല്ലാഹുവേ നീ ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണമേ, സച്ചരിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. മുസ്ലിമായി മരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പള്ളികളിൽ ഒരുമിച്ച് കൂടുന്നതും ആരാധന ചെയ്യുന്നതും പടച്ചോനെ സൂക്ഷി ജീവിക്കണമൊക്കെ മുസ്ലിമായി മരിക്കാനാണ്. ഒരാൾ മുസ്ലിമായി മരിക്കണമെങ്കിൽ മുസ്ലിമായി ജീവിക്കണമല്ലോ. അതിന് അയാളുടെ ജീവിതത്തിൽ ആദ്യമായി അടിസ്ഥാനപരമായി അയാൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതിനാണ് നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്ന 5 കാര്യങ്ങളെ പറ്റി പറയാറുള്ളത്. ഈ 5 കാര്യങ്ങളാണ് ഒരാൾ മുസ്ലിമാവുക എന്നതിന്റെ അടിത്തറ. ഷഹാദത്താണ്, നിസ്കാരമാണ്, സകാത്താണ്, നോമ്പാണ്, ഹജ്ജാണ്. അള്ളാഹു പറഞ്ഞ മാനദണ്ഡങ്ങളും കഴിവുകൾക്കും അനുസരിച്ച് ഓരോ പ്രായത്തിലും ഓരോ സന്ദർഭത്തിലും ഈ 5 കാര്യങ്ങൾ പരമാവധി പൂർത്തിയാക്കി മരണപ്പെട്ടു പോവുക എന്നതാണ് മുസ്ലിമായി ജീവിക്കുക എന്നതിന്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇതില് നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി കാണുന്ന ഒരു പ്രത്യേകത എന്തെന്നാൽ ഇസ്ലാം കാര്യത്തിലെ ബാക്കി 4 കാര്യങ്ങളോടൊരു വിശ്വാസി പുലർത്തുന്ന ഒരു മനോഭാവവും ഇസ്ലാം കാര്യത്തിൽ 3ാമത്തെ സക്കാത്തിനോട് വിശ്വാസി പുലർത്തുന്ന മനോഭാവവും രണ്ടും രണ്ടായി കാണുന്നു എന്നത് സങ്കടകരമാണ്, പരിഹരിക്കേണ്ട കാര്യവുമാണ്.
ഇത് വെറുതെ നമ്മളെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പൊ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ വീട്ടിൽ ചർച്ച ഉണ്ടാവും. ബാപ്പാരുമാരും കുട്ടികളോട് നിസ്കരിക്കാൻ വേണ്ടി പറയും. അതിലെ ദുആകൾ പഠിച്ചോന്ന് പരിശോധിക്കും. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ചീത്ത പറയും. റമദാൻ മാസത്തിൽ നോമ്പോക്കാത്ത കുട്ടികൾ നമ്മുടെ വീട്ടിൽ പ്രായപൂർത്തിയായാൽ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ വാപ്പിമ്മയും ചൂടാകും, നോമ്പോൽപ്പിക്കും, പള്ളിക്ക് കൊണ്ടുവരും. നമ്മൾ പള്ളിയിൽ വളരെ സജീവമാണ്. സാമ്പത്തികമായി നമ്മൾ ശേഷി എത്തിയാൽ നമ്മൾ മെല്ലെ 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 പതുക്കെ ഹജ്ജിന് പോകാൻ തുടങ്ങും. ഹജ്ജിന് കിട്ടി എന്നുള്ളത് നമ്മൾ വളരെ സന്തോഷത്തിൽ നമ്മൾ പറയാൻ തുടങ്ങും. ഇസ്ലാമികമായ തൗഹീദ് ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിലുണ്ടാകും. ഇതെല്ലാം വളരെ പ്രധാനമാണ്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളിൽ പെട്ട മൂന്നാമത്തെ കാര്യമായി സക്കാത്ത്, ഇതുമായി ബന്ധിപ്പിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. വീട്ടിൽ ചർച്ച ഉണ്ടാകാറുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നമ്മുടെ ഉത്തരം എന്താണ്? നമ്മുടെ വീട്ടിൽ ചർച്ച ഉണ്ടാകാറുണ്ടോ? മക്കളോട് പറയാറുണ്ടോ? നമ്മൾ കൂടിയിരുന്നാണ്ട് കൂട്ടി വെക്കാറുണ്ടോ? നമ്മളത് കൂട്ടിക്കഴിഞ്ഞിട്ട് ഇക്കാക്ക നിങ്ങൾ കൂട്ടി നോക്കിയിട്ടില്ലേ എന്ന് ചോദിക്കാറുണ്ടോ? അവനാന്റെ മക്കൾ അബുദാബിയിലും ഷാർജയിലും UK-യിലും കാനഡയിലും ഒക്കെ ജോലി ചെയ്യണ മക്കളോട് മക്കളെ സക്കാത്ത് കൊടുത്തിട്ടില്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് പച്ചയായ പരമാർത്ഥം ഞാനും നിങ്ങളും സാക്ഷിയാണ്. നമ്മൾ ആ വിഷയത്തിൽ മാത്രം നമ്മൾ സംസാരമില്ല, ചോദ്യമല്ല, ഇടപാടില്ല. അത് ഇസ്ലാം കാര്യത്തിൽ പെട്ടതേ അല്ല എന്ന ഒരു നിലപാട് പോലെ നമ്മൾക്ക് തോന്നും. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആന്റെ വാക്ക് ഇങ്ങനെയൊന്നുമല്ലല്ലോ. വമാ ഉമിറു, അള്ളാഹു കൽപ്പിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, പടച്ചോന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ അങ്ങനെ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളൂ, കഴിഞ്ഞില്ല. വയുഖീമുസ്സലാ, ഷഹാദത്ത് ഓക്കെയാണെങ്കിൽ നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. വയുഅ്തു സക്കാത്ത്, നിങ്ങൾ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം. ദാലിക ദീനുൽ ഖയ്യിമ, ആ സക്കാത്ത് കൂടി ഉൾപ്പെടുമ്പോഴേ നിങ്ങൾ യഥാർത്ഥ ഇസ്ലാമായി, നമ്മൾ യഥാർത്ഥ ഇസ്ലാമിലേക്ക് വരുള്ളൂ. ദാലിക ദീനുൽ ഖയ്യിം, വക്രതയില്ലാത്ത, വളച്ചുകെട്ടില്ലാത്ത സ്വർഗപ്രവേശനത്തിന് ആവശ്യമായ ദീൻ ഇതാണ്. തൗഹീദിന്റെ കൂടെ നിസ്കാരത്തിന്റെ കൂടെ സക്കാത്ത് ഉൾപ്പെടുമ്പോഴാണ് ദീനാവുക. ആ ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് മുസ്ലിമായി മരിക്കാൻ ഒരാൾക്ക് സാധിക്കുക. സഹോദരങ്ങളെ, സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിക്കും മനസ്സിലാകാൻ വേണ്ടി പറയാൻ, സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സക്കാത്ത് എന്ന് പറഞ്ഞത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച കരാറാണ്. സക്കാത്ത് എന്താണ്? ഞാൻ മുസ്ലിം ആകുന്നു എന്ന് പറയുന്നതോടുകൂടി നമ്മൾ പടച്ചവരിൽ നിന്ന് ഏറ്റെടുത്ത ഉടമ്പടിയാണ് സക്കാത്ത്. എന്താണ് ഉടമ്പടി എന്നറിയോ? എന്താണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച കരാർ എന്നറിയോ? അള്ളാഹു ഒരു വർഷം, ഞാൻ എന്നെ കുറിച്ച് പറയാം, നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകാൻ, അള്ളാഹു എന്റെ വരുമാനമായി അള്ളാഹു എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് തന്നു. എന്നിട്ട് എന്നോട് പറയാൻ, നമ്മളോട് പറയാൻ, എടാ അതിൽ 9,70,5,000 രൂപ നീ ലോക്കറിലിട്ടോ, കീശയിലിട്ടോ, വീട്ടിൽ വെച്ചോ. അതുകൊണ്ട് നീ വീടും കുടുംബവും ടൂറും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും നിന്റെ ബിസിനസിന്റെ വളർച്ചയും നിന്റെ സ്വതക്കയും നിന്റെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും നീ 10,9,70,5,000 രൂപ നിന്റെ ജീവിതത്തിൽ അല്ലാഹു ഹലാലാക്കിയ മാർഗത്തിൽ എന്തിനുപയോഗിച്ചോ? ഇഷ്ടം പോലെ ഉപയോഗിക്കാം. അല്ലാഹു ഹലാലാക്കിയ മാർഗത്തിൽ എന്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിന്റെ പൈസയാണ്. നിനക്ക് ഞാൻ കച്ചവടത്തിൽ കൂടെ തന്നതാണ്, റബ്ബർ ഷീറ്റ് കൂടെ തന്നതാണ്, അനന്തര സ്വത്തായി തന്നതാണ്, ഞാൻ നിനക്ക് ആഭരണമായി തന്നതാണ്, സ്ഥലക്കച്ചവടത്തിൽ കൂടെ തന്നതാണ്, ഷെയർ മാർക്കറ്റിലൂടെ തന്നതാണ്, ഞാൻ നിന്റെ ജീവിതത്തിൽ വരുമാനമാക്കി നിനക്ക് തന്നതാണ്. ആ 10,9,70,5,000 നീ നിന്റെ അള്ളാഹ് അനുവദിച്ച മാർഗത്തിൽ സ്വതക്കൊടുക്കാനും വീടേറ്റാനും വണ്ടി വാങ്ങാനും ഐഫോൺ വാങ്ങാനും കല്യാണം നടത്താനും എന്തിനും അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ ഉപയോഗിച്ചോളൂ. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു 25,000 റുപ്യ ഉണ്ട്. ആ 25,000 റുപ്യ നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ നാട്ടിൽ പരിസരത്ത് ജീവിതത്തിൽ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. ഡയാലിസിസ് ചെയ്ത് പൈസ ഇല്ലാതെ മനുഷ്യന്മാരോട് യാചിക്കാൻ മടിയായിട്ട് മരണം കാത്തിടക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവനാന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം മക്കൾ വന്നിട്ട് ഉമ്മ പെരുന്നാക്ക് വാപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഷർട്ട് കിട്ടുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചുമരിനോട് ചാരി കരയണ സാധുക്കളായ ഒരുപാട് സഹോദരിമാരുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ വാപ്പാനെ കാണാതെ ഉമ്മച്ചിയെ വാപ്പാനെ നമുക്ക് സ്വർഗത്തിൽ നിന്ന് കാണാൻ കഴിയോ എന്ന് കണ്ണുനീരോടുകൂടി ചോദിക്കുന്ന
ഭക്ഷണത്തിന് വകുപ്പില്ലാത്ത, പള്ളിയിൽ നിന്ന് കിറ്റ് പ്രതീക്ഷിച്ച് ജീവിക്കണ കുറെ മനുഷ്യന്മാരുണ്ട്. ഗൾഫിൽ നിന്ന് നല്ല പോലെ ജീവിച്ചിട്ട് അവസാനം നാട്ടിക്ക് വന്ന് ഉള്ള പൈസ മുഴുവൻ ഇവിടെ ഹലാലായ മാർഗത്തിൽ ചെലവഴിച്ചിട്ടും പടച്ചോന്റെ വിധിപ്രകാരം പൊട്ടിയിട്ട് മനുഷ്യന്മാരെ മുന്നിൽ ഇറങ്ങാൻ കഴിയാത്ത കുറെ നിഷ്കളങ്കരമായ മനുഷ്യന്മാരുണ്ട്. എടാ, നിസ്കാരത്താഴുമ്പുള്ള മഹ്മൂദെ, ഫാത്തിമ, ആയിഷ, അന്റെ കയ്യിലുള്ള 9,70,000 നീ നിന്റെ ഇഷ്ടത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കി 25,000 ഉൾപ്പെട അത് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വിശ്വസിച്ച് നിന്നെ ഏൽപ്പിച്ചതാണ്. കാരണം നീ മുസ്ലിമാണെന്ന് പറഞ്ഞതുകൊണ്ട്. ഞാൻ മുസ്ലിമാണ് പടച്ചോനെ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അവസാനം വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്, ഈ എന്റെ മതത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ 25,000 ഞാൻ തന്നിക്കണ്, അത് കൊടുക്കണട്ടോ. ആ കൊടുക്കുന്നതിനാണ് സക്കാത്ത് എന്ന് പറയാ. ആ കൊടുക്കാനുള്ള പൈസക്കാണ് സക്കാത്തിന്റെ മുതല് എന്ന് പറയാ. അത് ഞാൻ കൊടുക്കുമ്പോഴോ അല്ലാഹുവിന്റെ വാക്ക് വമാ ഉമിറു ലിയഅ്ബുദുല്ലാഹ് മുഖ്ലിസീൻ, അല്ലാഹു അതുപോലെ പറയാൻ ഇന്നല്ലാഹ യഅ്മുറുക്കും, അല്ലാഹു ഇദാ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് അൻ തുഅദ്ദു അൽ അമാനാതി ഇലാ അഹ്ലിഹാ, ഞാൻ കൊടുക്കാൻ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ തന്ന പൈസ കൊടുക്കണട്ടോ, അത് കൊടുക്കണട്ടോ, മറക്കരുതട്ടോ. അത് കൊടുക്കാത്ത ഒരാളുടെ വിധി എന്താ? നിങ്ങളൊന്ന് പറയും. പടച്ചോന്റെ കയ്യിൽ കുറച്ച് പൈസ തന്നു, എന്നിട്ട് പറഞ്ഞു എടാ അതിന്റെ പകുതി ബാക്കിയുള്ളവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, 3/4 കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല കൂട്ടരെ. 75% ഒന്നും പറഞ്ഞില്ല. പിന്നെ 10,25,000 10,25,000 1,025 ഉറുപ്പ്യ, 1,02,500 ഉറുപ്പ്യ ആർക്ക്? ഈ നാട്ടിലെ മുതലാളിമാർക്കല്ല, ഞാനുമായിട്ട് ബിസിനസ്സിൽ മത്സരം ആളോടല്ല. പിന്നെയോ ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പട്ടിണി കൊണ്ട് കണ്ണെന്ന് കണ്ണീരിന്ന് വന്ന് അള്ളാന്റെ മുന്നിൽ കേടുന്ന സാധുക്കൾക്ക് ആശുപത്രിയിൽ പോകുന്നത്, വീട്ടിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ സമയം ആശുപത്രിയിൽ ചെലവഴിച്ച സാധുക്കൾക്ക്, ജീവിതത്തിൽ കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പം കുടുംബം നഷ്ടപ്പെട്ടു പോയ അനാഥകൾക്ക് പടച്ചോ നമ്മുടെ കയ്യിൽ തന്ന പൈസ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഓന്റെ പേരെന്താ? നിങ്ങൾ പറയും, ഓന്റെ പേരെന്താ? കള്ളൻ, വഞ്ചകൻ, ചതിയൻ. അല്ലാത്തൊരു പേര് നിങ്ങൾ പറ, നമ്മൾ പറ. ഞാനും നിങ്ങളും നമ്മൾക്ക് വിശ്വാസമുള്ള ഒരാളോട്, ഒരു യുവാവിന്റെ കയ്യിൽ 1,00,000 ഉറുപ്പ്യ നമ്മുടെ കൂട്ടുകാരന്റെ കടയിൽ കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോകാൻ ഏൽപ്പിച്ചു. നമ്മൾ വിശ്വസിച്ചോനെ ഏൽപ്പിച്ചു. ഓൻ കൊണ്ടുപോയി, അവൻ പോയി. നമ്മൾ വൈകുന്നേരം അവനെ വിളിച്ചു, എടാ സാധനം കിട്ടിയില്ലേ? എന്ത്? 1,00,000 കൊടുത്തു വിട്ടീനി. ആരുടെ കയ്യില്? ഇന്നാളെ കയ്യില്. വന്നിട്ടില്ലല്ലോ. രണ്ടാമത്തെ കടക്കാരൻ ഓന്തിന്റെ മുന്നിൽ കൂടെ പോയിനി, പക്ഷെ ആ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മൂന്നാമത്തെ കടക്കാരൻ 1,00,000 ഓന്റെ 5,000 ഉറുപ്പ്യ തന്നാണ്ട് എത്ര തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിക്കണ്. ചോളെ അവനെ നമ്മൾ എന്താ പറയാ? അവനെ കുറിച്ച് നമ്മുടെ വാചകം എന്താ? കൂടെ നടന്ന് ചതിച്ചവൻ, കൂടെ നടന്ന് വഞ്ചിച്ചവൻ. നിന്നെ ഇനി ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും, ഒരു സെക്കൻഡ് പോലും വിശ്വസിക്കൂലടാ. നിന്നെ ഞാൻ ഇത്രയും വിശ്വസിച്ചിട്ട് നീ എന്നെ ചതിച്ചില്ലടാ. അല്ലേ? പടച്ചോ നമുക്ക് നമ്മളെക്കാൾ ഈ നാട്ടില് പഠിപ്പുള്ള എത്ര മനുഷ്യന്മാരുണ്ട് ഇല്ലേ? നമ്മളെക്കാളും ജീവിതത്തില് പടച്ചോരുടെ എത്ര ഭക്തിയോടുകൂടി ജീവിച്ച മനുഷ്യന്മാരുണ്ട് ഇല്ലേ സഹോദരങ്ങളെ? നമ്മളെക്കാൾ കൂടുതൽ ബിസിനസ് വളരാനും ജോലി കിട്ടാനും വേണ്ടി PSC പഠിച്ച എത്ര മനുഷ്യന്മാരുണ്ട്? നമ്മളെക്കാൾ കൂടുതൽ എത്ര ക്ലാസുകളിൽ പങ്കെടുത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അങ്ങോട്ടെറിഞ്ഞിട്ട് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിന്ന ആൾക്കാരുണ്ട്. ഉമ്മാരല്ലേ? അവർക്കൊന്നും കൊടുക്കാത്തത് പടച്ചോ നമ്മുടെ കയ്യിൽ തരുമ്പം അള്ളാഹ്ക്ക് നമ്മളെ വിശ്വാസമായിട്ടല്ലേ? എന്നിട്ടതിൽ ആകെ 2.5% കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആ പൈസ കൊടുക്കാതെ അതുകൊണ്ട് വണ്ടി വാങ്ങി, അതുകൊണ്ട് ആപ്പിളിന്റെ ഫോൺ വാങ്ങി, അതുകൊണ്ട് പേരന്റെ മോൾക്കെടുത്ത്, അതുകൊണ്ട് AC വാങ്ങി, അതുകൊണ്ട് ബിരിയാണിയും ബ്രോസ്റ്റും തിന്നിട്ട് അതുകൊണ്ട് ഞാൻ തടിച്ചു തങ്ങാടിക്കൊള്ളാൽ എന്റെ പേര് വഞ്ചകനല്ലാതെ, കള്ളനല്ലാതെ, ചതിയനല്ലാതെ ദീനിൽ എന്താ പേര്? ഇതിങ്ങനെ പറയാമെന്നറിയോ? സക്കാത്ത് എന്നുള്ളത് ഇസ്ലാമിൽ 4 ഇസ്ലാം കാര്യം 4 ഉള്ളൂ എന്ന് തോന്നിപ്പോകും നമ്മുടെ സമീപനം. വേറെ ആർക്കല്ല നമ്മുടെ സമീപനം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് പടച്ചോൻ പറഞ്ഞ ഒരു പൈസ സക്കാത്തായിട്ട് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ കാലുമക്കാലും കയറ്റി വെച്ച് സിറ്റൗട്ടിൽ ബനിയനിട്ടിരിക്കണ ആരായിക്കോട്ടെ, അവനാണ് 85
അള്ളാഹ് പറഞ്ഞു അവന്റെ സമ്പത്ത് മൊത്തം പടച്ചവൻ ഹറാമാക്കിയ പൈസയാണ്. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും, എന്ത് ഞാൻ 2.5% 2 കൊടുത്തിട്ട് ബാക്കി ആരല്ലേ? അല്ല, ഇല്ല അഹ്ലക്തഹു, അത് മുഴുവനും നശിച്ച പൈസയായിട്ട് പടച്ചവൻ രേഖപ്പെടുത്തും. ഒരു കാര്യം അറിയാൻ കേട്ടോ, ആ പൈസ കൊണ്ടാണ് ബാപ്പാക്കും ഉമ്മാക്കും മരുന്നിന് കൊടുക്കണത്, ആ പൈസ കൊണ്ടാണ് കുട്ടിനെ പഠിപ്പിക്കണത്, ആ പൈസ കൊണ്ടാണ് കല്യാണം നടത്തിയിട്ട് ആൾക്കാരെ 60,000 ആൾക്കാരെ 1000 ആൾക്കാരെ വിളിച്ചിട്ട് 6 ലക്ഷത്തിന്റെ കല്യാണം നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കല്യാണം എങ്ങനെയാണത്, അതുകൊണ്ടാണ് മക്കളെ തിരിഞ്ഞു കുത്തുന്നത്, അതുകൊണ്ടാണ് ജീവിതം എങ്ങനെയാണത്. പടച്ചോന്റെ ബർക്കത്തില്ലാത്ത പാവപ്പെട്ടവന്റെ കണ്ണുനീരും അവന്റെ വീട്ടിലും എത്തിക്കേണ്ട പൈസ കൊണ്ട് അവനാൻ റോയൽ എൻഫീൽഡ് ബുള്ളറ്റും അവനാന്റെ 2 അട്ടി വാർപ്പിലും താമസിച്ചിട്ട് ഏസിട്ടിട്ടും ടെൻഷൻ അടിക്കാൻ കാരണം അതുകൊണ്ടാണ്. അള്ളാഹു ബർക്കത്തില്ലാതെയാക്കിയ പൈസമ്മേ നമ്മളെ കൊടുക്കണം. അവനാന്റെ ജീവിതത്തിൽ പടച്ചോൻ ഏൽപ്പിച്ചതാണ്. നമുക്ക് നെഞ്ചു പടയണമെങ്കിലേ നെഞ്ചു പടയെങ്കിൽ അവനാന്റെ പൈസയാണ്ടേ. പടച്ചോൻ പറഞ്ഞാൽ അന്നെ ഏൽപ്പിച്ചതാടാ, അതിജ് കൊണ്ടുപോയി കൊടുക്കണം. ഗൾഫിൽ നിന്ന് ഒരാൾ വന്നിട്ട് എടാ ഇതിന്റെ വീട്ടുകളുടെ മിക്സിയാണ്, ഇതിന്റെ വീട്ടുകളുടെ പെർഫ്യൂമാണ്, ഇന്റെ കുട്ടിയാക്കളുടെ കുറച്ച് മുട്ടായിയാണ്, അത് കൊടുക്കണട്ടോ എന്ന് പറയുമ്പോ നമുക്ക് വല്ല സങ്കടം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതേപോലെ പാവപ്പെട്ടവന് പടച്ചോൻ നമുക്ക് ബിസിനസ് കൂടെ തന്ന പോലെ തരാത്തത് കൊണ്ട് അവനെ നമ്മളിലൂടെ പടച്ചോൻ അള്ളാഹുവിന്റെ നിയമങ്ങൾ അള്ളാഹുവിന്റെ കരാറുകൾ തീരുമാനാക്കാൻ അത് കൊടുക്കാതെ പിടിച്ചിക്കണോനോ വഞ്ചകനാണ്. അതിൽ നമ്മൾ ആകരുത്. അപ്പൊ നമ്മുടെ മനസ്സിൽ പടച്ചോനെ, അപ്പൊ എന്റെ സമ്പത്ത് മുഴുവൻ ഹലാൽ ആകണമെങ്കിൽ എന്താ മാർഗം? മൻ അദ്ദ സക്കാത്ത് മാലി ഫഖദ് ദഹബ അൻഹു ശർറു. സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുമ്പം ആ സമ്പത്ത് 100% പരിശുദ്ധമായി. അതുവരെ ആകൂല. നമ്മളിത് എന്തിനാ പറഞ്ഞത്? നിസ്കാരത്തിന്റെ വിഷയം നമ്മളവിടെ ചർച്ചയാണ്. ളുഹാ നിസ്കാരത്തിന്റെ സമയം എത്രയും മൗലവി? അത് 2 മുതൽ 8 വരെ 6 നിസ്കരിച്ചാൽ 8ന്റെ കൂലി കിട്ടുമോ? സ്വഫ് നേരക്കണീന്റെ വിരൽ അനക്കണീന്റെ നെഞ്ചത്ത് കെട്ടണീന്റെ ഒരു ഇമാമിന്റെ കീഴിൽ തന്നെ നിസ്കരിച്ചാൽ ഫുള്ള്, 2 ഇമാമിന്റെ നിസ്കരിച്ചാൽ ഫുള്ള്. ചർച്ചയാണ്, ഒന്നിനും നിസ്സാരപ്പെടുത്തണില്ല. അതൊക്കെ മിമ്പർമെന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇതൊക്കെ എന്തിനാ ബാപ്പാരന്മാരെ ചോദിക്കണേ? സ്വർഗം കിട്ടാനല്ലേ? ഈ പറഞ്ഞതിലെ ഭൂരിപക്ഷവും സുന്നത്തായ കാര്യമല്ലേ? അല്ലേ? ഫളായിലുകളിലെ ശ്രേഷ്ഠതകളല്ലേ? എന്നാൽ നിസ്കാരമുള്ള ഇന്റത് സ്വഫ് നേരെയാക്കിന്റെ കൂലിയും വിരലനക്കിന്റെ കൂലിയും പള്ളിക്കൊക്കെ വന്നതിന്റെ കൂലിയും പടച്ചോൻ പരിഗണിക്കണമെങ്കിൽ ഇസ്ലാം കാര്യത്തിലെ 3ാമത്തത് ചെയ്യണ്ടേ? അതിനെപ്പറ്റി ചർച്ചന്നില്ല. ഞാൻ പറഞ്ഞത് ഭയങ്കര അത്ഭുതമാണ്. തൗഹീദ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ 1ഉം 2ഉം കഴിഞ്ഞ പിന്നെ നേരെ 4ആണ്, 3ഇല്ല. സംസാരത്ത് പോലും ഇല്ല, സംസാരത്തിലില്ല. നമ്മളെന്താ സംസാരത്ത് പറയാ? നിസ്കരിക്കാൻ നോമ്പോക്ക. പരിശുദ്ധ ഖുർആനിൽ നിസ്കരിക്കാൻ നോമ്പോക്ക 1ഓ 2ഓ സ്ഥലത്ത് മാക്സിമം പറഞ്ഞിട്ടുണ്ടാവും. എന്റെ അറിവിൽ വായിച്ചതിനനുസരിച്ച് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. എന്നാൽ 1ഓ 2ഓ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും. 28 സ്ഥലത്ത് അഖീമുസ്സലാ വആതു സക്കാ, നിസ്കരിക്കുക സക്കാത്ത് കൊടുക്കുക. നമ്മൾ നാവുന്ന അറിയാതെ പോലും വരില്ല. ഞാൻ എന്നെ ഉൾപ്പെടുത്തിയിട്ടാ പറഞ്ഞത്, അറിയാതെ പോലും വരുന്നില്ല. നിസ്കാരത്തിലും ബാക്കിയുള്ള കാര്യത്തിലും കണിശതയുള്ളവർ. അതിന്റെ ഷർത്തും പറഞ്ഞു, ഇമാം ഓതിയത് പോരാ, 55 മിനിറ്റ് ഒന്നും നിസ്കരിച്ച പോരാ, ഇമാം നിൽക്കുന്ന ആൾ കുറച്ചും കൂടി ഖുശൂ ഉണ്ടാകണം, അയാൾക്ക് തൻവീർ ഉണ്ടാകണം, സുബഹിന്റെ ജമാഅത്തിന് ഇന്ന് തോന്നണം. സക്കാത്തിനെ പറ്റിയോ? മുണ്ടാട്ടല്ല. സക്കാത്തിനെ പറ്റി മുണ്ടില്ല, ചർച്ചയില്ല, തറവാട് അറിയില്ല, ഒന്നുമില്ല. മറ്റെങ്ങനെ വരും? എന്നിട്ട് ഈ ഭാഗമൊക്കെ ഞങ്ങളുടെ തറവാട്ടുകാർ വിറ്റ് കൊടുത്തതാണ്. ആ ഭാഗത്തിന്റെ വല്യാപ്പാന്റെ തേനി അങ്ങനെ പിന്നെ അവിടെ കയറ്റിയതാണ്. ഈ ഭാഗത്തൊക്കെ പണ്ടത്തും കൊണ്ടേ ഞങ്ങളുടെ തേനി ഇപ്പൊ കൊടുത്തതാണ്. സക്കാത്തിന്റെ വിഷയം എങ്ങനെയുണ്ട്? കഷ്ടാണ് മൗലവി, നട്ടാണ്. മിഞ്ഞാമേ ഇത് മൊത്തം ഞങ്ങളതാന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ വിഷയം പറഞ്ഞാണ് നട്ടത്തിലാ മൗലവി, കഷ്ടത്തിലാണ്. ചൂടല്ലേ, കച്ചവടം നടക്കണില്ല. എങ്ങനെയുണ്ടടാ? തട്ടിമുട്ടി പോവാൻ. അപ്പൊ ഇവിടെ പുതിയ ഷോറൂം എവിടെയെങ്കിലൊക്കെ ഒന്നുമ്പോ തന്നെ പൊട്ടണ്ടെന്ന് എഴുതിയിട്ട വേറെ തുടങ്ങിയ പോലെ ഉണ്ടായിട്ടല്ല. ആരോടോ സഹോദരങ്ങൾ ഈ വഞ്ചന? ആരെ മുന്നിലാ നാടകം? ഇവിടുത്തെ ഒരു ഗവൺമെന്റിന് അറിയാത്ത സമ്പത്തിന്റെ കണക്ക് തന്ന പടച്ചോനറിയില്ലേ? പള്ളിക്കമ്മറ്റിക്കും ഖത്തീബിനും അറിയാത്ത നിങ്ങളെ മുന്നിൽ ഞാൻ മറച്ചക്കുന്ന സമ്പത്ത് എനിക്കെത്ര കിട്ടുന്നുണ്ടെന്നുള്ള നമ്മക്കറിയില്ലെങ്കിലും പടച്ചോന്റെ രേഖല്ലേ? അതിൽ എത്ര ഞാൻ കൊടുക്കണ്ടെന്ന് രേഖല്ലേ? ആരെ മുന്നിലാണ്? കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിന്റെ ചാഞ്ചാട്ടം അറിയുന്ന പടച്ചോനോട് നമ്മൾ പോയി കളവറിയണ്. നമ്മൾക്കറിയണം, നമ്മളത് കൊടുത്തിട്ടെങ്കിൽ നമ്മളിപ്പോ ജീവിക്കുന്ന പൈസയും ഇപ്പം ധരിക്കുന്ന ഡ്രസ്സും ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന വീടും വാഹനവും
പടച്ചോന്റെ ഇഷ്ടല്ലാത്തതാണ്. ഹലാലാക്കണം. പാവപ്പെട്ടവന്റെ സമ്പത്ത് കൊടുക്കണം. അത് നമ്മൾ പിടിച്ചു വെച്ചാൽ നമ്മൾ പടച്ചോന്റെ മുന്നിൽ വലിയ കുറ്റക്കാരനാണ്, സാധാരണ കുറ്റക്കാരനല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വിശ്വാസികളായ ആളുകളെ കുറ്റി പറയുന്നിടത്ത് പറഞ്ഞു വിശ്വാസികൾ ആരാണ്. എന്നിട്ട് അടുത്ത വാക്കെന്താണ് ഖുർആന്റേത്? ഫവൈലുൽ മുശ്രിക്കീൻ. അർത്ഥം ഇവിടെ എല്ലാവർക്കും അറിയാം. മുശ്രിക്കുകൾക്ക് നാശം. അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത്. അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്. സക്കാത്ത് കൊടുക്കാത്തവരാണ്. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അവർക്ക് പരലോകം ശരിക്കറിയാത്തവരാണ്. അവരതിൽ നിഷേധിച്ച് ജീവിക്കാണ്. തറവാടും കുടുംബവും പൈസയും പറയുമ്പോ ഏക്കറിയും പാരമ്പര്യവും പറയും. സക്കാത്താണ് പറയുമ്പോ കാണാം കട്ടോ നട്ടോന്ന് പറയും. പടച്ചോൻ പറയും അവൾക്ക് ശരിക്ക് പരലോകം എന്താ അറിയില്ല, ഞാൻ എങ്ങനെയാണല്ലോ വിചാരണ നടത്തുന്ന അറിയില്ല. അവർ ദുനിയാവൊക്കൊന്ന് നോക്കെങ്കിലും വേണ്ടേ. ഇവിടെ സക്കാത്ത് കൊടുക്കാതെ പോയ എത്ര മുതലാളിമാരുണ്ട് കൂട്ടർ. അവരൊക്കെ മക്കൾ എന്താ ചെയ്യണത്? ഇങ്ങനെ പിശുക്കി 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 കൊടുക്കാൻ മടി. എന്നിട്ട് എന്താ കിട്ടിയേ? നമ്മൾ മരിച്ചു. ബാപ്പാരെ അമ്മാരെ നമ്മൾ മരിച്ചു. സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ നമ്മൾ നരകശിക്ഷ അനുഭവിക്കുമ്പം നമ്മൾ സക്കാത്ത് കൊടുക്കാതെ ഉണ്ടാക്കിയ മുതലിന്റെ പേരിൽ മക്കള് കോടതി കൂടെ പോവുകയാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ? ഖസിറത് ദുനിയ വൽ ആഖിറ. രണ്ട് ലോകവും നട്ടായി. പരലോകത്ത് നമ്മൾ കുറ്റക്കാരനാകുക. ദുനിയാവിൽ പടച്ചോന്റെ ബർക്കത്തില്ലാത്തോണ്ട് അടി നടക്കുക. മാറണം. നമ്മുടെ ജീവിതത്തിൽ തീരുമാനം. റമദാനിൽ നമ്മളൊരു വർഷം കണക്കൂട്ടി കൊടുക്കുന്ന മാസാണ്. സക്കാത്ത് കൃത്യമായിട്ട് കണക്കൂട്ടുക, എന്നിട്ട് കൃത്യമായിട്ട് കൊടുക്കുക. സംശയം തീരൂല. അതാണ് വലിയൊരു സമാധാനം. ബാക്കി എന്നും നിസ്കരിക്കണം. നിസ്കാരം എന്നോ സംശയം തോന്നുകൾ എപ്പോഴെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. നോമ്പ് എല്ലാ കൊല്ലം വരും. 30 ദിവസം നോമ്പോക്കാണ്. 2-3 സംശയ നിവാരണം അയിമ കഴിഞ്ഞു. ഹജ്ജ് ഒറ്റ ഹജ്ജ് ക്ലാസിനും ഒരു ബുക്കും വായിച്ചാൽ തീർന്നു. സക്കാത്ത് തീരൂല. എന്താ തീരാത്തത്? കൊടുക്കണം എന്നുള്ള നെയ്യത്തിലാണ് ചോദിക്കണമെങ്കിൽ തീരും. കൊടുക്കണം എന്നുള്ള നെയ്യത്തിലാണെങ്കിൽ തീരും. കൊടുക്കണ്ട എന്നുള്ള നെയ്യത്തിലാണോ എവിടെങ്കിലും വകുപ്പുണ്ടോ കൊളത്തി വലിക്കാന്ന് ചോദിച്ചു കൊടുക്കും. അപ്പം ഈ മൗലവി അതല്ലല്ലോ പറഞ്ഞത്. എന്നാ പിന്നെ അവിടെ തന്നെ നിന്നാണ് പോന്നാ മതിയല്ലോ. പിന്നെന്തിനാ ഈ മൗലവിനും കൂടി ചോദിക്കണേ? ഇയാളും പറഞ്ഞത് പടച്ചോൻ എങ്ങനെയെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ടാകണമേ, ആ വഴി എനിക്ക് സമാധാനത്തിൽ കൊടുക്കാതെക്കണമേ. അതുകൊണ്ടാണ് ചോദിക്കണത്. എനിക്കും നമ്മളൊരു വരുമാനാകത്തിനാണ്. ഒരാൾക്കൊരു കച്ചവടം ചെയ്യണം, കച്ചവടത്തിന്റെ വരുമാനം, അതിലൊക്കെ പെട്ടല്ലോ. 1-2 ചെറിയ ഈ 4-5 കാര്യത്തിനല്ലേ നമുക്ക് സക്കാത്തിന്റെ സംശയം ചോദിക്കേണ്ടേ ഉള്ളൂ. അതൊരു കൊല്ലം ചോദിച്ചാൽ നമുക്ക് അറിയാലോ. നാളികേരം നടത്തണം, നാളികേരത്തിന് സക്കാത്ത് മൗലവി ഇതാണ്. ഓക്കെ, അതൊരു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ. അതാണ് കഴിഞ്ഞെല്ലാം പറഞ്ഞ അതേ സക്കാത്തിന്റെ നിസാബും കണക്കും തന്നെയാണോ വരുമാനത്തിനത്. നമ്മക്കുള്ളത് നമുക്ക് അറിഞ്ഞാ കഴിഞ്ഞില്ലേ. എല്ലാ കൊല്ലം കൂട്ടിക്കൊടുത്താ പോരെ. ഇത് ചോദിക്കാൻ ധരിക്കണ ആഭരണത്തിന് സക്കാത്തുണ്ട് മൗലവി. ഞാൻ 3 കുട്ടിയാൾക്ക് 3 അക്കൗണ്ടിലാക്കി ഇട്ടച്ചിക്കണ്. 3 അക്കൗണ്ടിലാക്കുമ്പോ 3-നും 10.5 പവൻ തികയണ്ടേ? ആരെടുത്ത വളവ്? ആ കുട്ടി വേണ്ടുമ്മ ഞാൻ നിങ്ങളിന്റെ അക്കൗണ്ടിലാക്കി വെച്ച പൈസ എടുത്ത് സ്വർണ്ണ ഇട്ടാണ്ട് ഞാൻ അത് വിറ്റിക്കണ സമ്മതിക്കൂല. പിന്നെ എന്തിനാ ഇട്ടാക്കി? അത് ഓൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭൗതിക സൗകര്യത്തിനെ 3 അക്കൗണ്ടിലാക്കി ഭാവി തല്ലൂടാതെക്കാൻ. എന്നിട്ടത് 3 ആൾക്കാരിതാണ്. 3 പാട് അല്ല സഹോദരങ്ങൾ. നമുക്കറിയാം ടാക്സ് അടക്കണ ഞാൻ സക്കാത്ത് കൊടുക്കണോ? ടാക്സ് നമ്മൾ ആർക്കുള്ളതാ? പാവങ്ങൾക്കുള്ളതാ ആണോ? ടാക്സ് 8 അവകാശികൾ നിശ്ചയിച്ചാണ് അല്ല പറഞ്ഞ സാധനം. അത് രാജ്യത്തിന് കൊടുക്കണം. അതും സക്കാത്ത് തമ്മിൽ എങ്ങനെ ബന്ധം? അറിയാത്തോണ്ടല്ല, ചോദിച്ചുകൊണ്ടേയിരിക്കുക. ബനൂ ഇസ്രായേലിനെ പോലെ ബനൂ ഇസ്രായേലിനോട് പശു നടക്കാൻ വേണ്ടി പറയുമ്പോ എങ്ങനത്തെ പശുവാണ്? കളർ ഏതാണ്? സൗന്ദര്യം ഏതാണ്? കളറിനൊപ്പം മഞ്ഞ ഒന്നും കൂടി ഇങ്ങനെ ആയാൽ മതിയോ? സാദൃശ്യമാണോ? അവസാനം അള്ളാഹ് ആയത്ത് അവസാനിപ്പിക്കണം എങ്ങനെ അറിയോ? ഇതൊക്കെ ചോദിക്കാൻ കാരണം അള്ളാഹു ആ വാക്ക് അവസാനിപ്പിക്കാൻ ബനൂ ഇസ്രായേലിനെ പറ്റി പറയാൻ ഓൽക്കത് ചെയ്യണം ഒരു നീയത്തുല്ലേനി. അങ്ങനെ ആകരുത്. ചോദിച്ചു പഠിക്കണം. ഒരു സംശയമല്ല. പക്ഷേ ആർക്കാണ് സക്കാത്തിന്റെ അറിയാത്ത? അവനാണ് വരുമ പൈസയാണോ? പൈസ എങ്ങനെ കൂട്ടുക? അടിസ്ഥാനപരമായി ചെലവ് ഇന്ന് കുറക്കുക.
അടിസ്ഥാനപരമായ ചെലവിന് ഒരു ഹുക്കുമില്ല. ഫസ്തഫ്ത ഖൽബക, അവനാന്റെ ഹൃദയത്തോട് ചോദിക്കുക, ഇന്റെ വീട്ടിലത്തെ അടിസ്ഥാനപരമായ ചെലവിന് ഞാൻ അതിന് വാക്കിയ പൈസ ഒഴിവാക്കുക. എന്നിട്ട് 590 ഗ്രാം വെള്ളിക്ക് സമാനമായ പൈസ അടിസ്ഥാന ചെലവ് ഒഴിവാക്കിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ വില നോക്കുമ്പോൾ 63,700 ചില്ലാനാണ്. ശരി, 65,000 റുപ്യ നമുക്ക് അടിസ്ഥാന ചെലവ് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിൽ വരുമാനമുണ്ടോ? ആ മൊത്തം വരുമാനത്തിന്റെ ചെലവ് കഴിഞ്ഞിട്ടുള്ള മൊത്തം വരുമാനത്തിന്റെ 2% കൊടുക്കുക. ഇനി ഇതിലെന്താ സംശയം? മരിക്കും വരഞ്ഞതിൽ എന്താ സംശയം? സംശയമില്ലല്ലോ. കൃഷിക്കാരൻ എന്താണ്? കൃഷിക്കാരന് 6 കിൻഡൽ അരിക്ക് സമാനമായത് ഒരു വർഷത്തിൽ ഉണ്ടോ എങ്കിൽ കൊടുക്കുക. തേങ്ങയാണോ? 20ാമത്തെ തേങ്ങ സക്കാത്ത്, വീണ്ടും 20ാമത്തെ തേങ്ങ സക്കാത്ത് ഉണ്ടെങ്കിൽ എന്റെ അറിവ് പ്രകാരം 1 കിലോ അരിക്ക് 50 റുപ്യ വെക്കുകയാണെങ്കിൽ 30,000 റുപ്യക്ക് തേങ്ങ ഉണ്ടെങ്കിൽ 20ാമത്തെ തേങ്ങ സക്കാത്ത്. രണ്ടാമത്തെ എണ്ണുമ്പം 20ാമത്തെ വീണ്ടും എണ്ണ 20ാമത്തത് സക്കാത്ത്. ഇതിലെന്താ അറിയാൻ മാത്രം? ഇതിലെന്താ സോളെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ മാത്രം? ഒരു മനുഷ്യന ആഭരണമാണോ 10 പവന്റെ മുകളിൽ ഉണ്ടെങ്കിൽ സക്കാത്ത്, 10 പവന്റെ മുകളിൽ നിന്നല്ല. 11 പവൻ ഉണ്ടെങ്കിൽ 11 പവന്റെ സക്കാത്ത്, അരപ്പവന്റേതല്ല. ഇതൊക്കെ ആർക്കും അറിയാത്തതല്ല. പക്ഷെ നമ്മുടെ ശൈത്താൻ ഇങ്ങനെ വലിഞ്ഞു മുറുക്കുക. കൊടുക്കണ്ടടാ കുറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്താണ്. സക്കാത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒറ്റ കാര്യമുള്ളൂ, ദീനിക്കാണ് വന്നിട്ടില്ല, ശൈത്താനിയത്ത് വിട്ടിട്ടില്ല. വേറൊരർത്ഥം ഇതില്ല. ദീനിക്കെത്തിയിട്ടില്ല, ശൈത്താനിയത്ത് വിട്ടിട്ടില്ല. ഇതല്ലാതെ സക്കാത്ത് കൊടുക്കാത്തവന് ഒരു അഭിപ്രായവും ഖുർആനില്ല. ഖുർആന്റെ ആയത്താണ്. എന്ത്? അശ്ശൈത്വാനു, ശൈത്വാൻ യഇദുകുമുൽ ഫഖറ വൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ. ശൈത്വാൻ ദാരിദ്ര്യം പറഞ്ഞ് ഭയപ്പെടുത്തും. ശരിക്ക് കേൾക്കണം കേട്ടോ. എടാ കൊടുത്താ കുറയും, കൊടുത്താ അല്ലാതാകും, കുട്ടിയെ കെട്ടിക്കാൻ നേരത്തെ ഉണ്ടാവില്ല, വീട് പണിക്ക് ഉണ്ടാവില്ല, ബിസിനസ് തുടങ്ങാൻ വേണ്ടി എടുത്തച്ചല്ലേ മൗലവിമാര് പറഞ്ഞിട്ട് കൊടുത്താൽ അവസാനം ആരും തരാണ്ടാവില്ല. ഓർക്കൊക്കെ കുറെ സംഘടന ഉണ്ടാവും, ഓരൊക്കെ കടം കൊടുക്കും, അനക്കാരും തരാണ്ടാവില്ല. ഇതാരാ പറയാറ്? ശൈത്താൻ പറയും. വൽ ഫഹ്ശാ, തോന്നിയാസമന് കൊടുക്കണ്ട കേട്ടോ, കൊടുക്കണ്ട. ഓരൊക്കെ പടങ്ങളിൽ കൊടുത്തിട്ട് ബാക്കിയുള്ള കൊടുക്കട്ടെ. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. മുമ്പ് പണ്ടൊക്കെ കൊടുക്കാത്തവർ ഇവിടെ കുറെ ഉണ്ട്. ഓരോ കൊടുത്ത് തുടങ്ങട്ടെ, ഇങ്ങോട്ട് മതി ഞങ്ങൾ ചെറുക്കന്മാര്. ഇത് ശൈത്താൻ തോന്നിപ്പിക്കണാണ്. ഉടൻ അല്ലാഹുവിന്റെ വാക്ക് വല്ലാഹു യഇദുക്കും, എന്നാൽ പടച്ചോൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത് മഗ്ഫിറത്തൻ മിൻ, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനമാണ്. സക്കാത്ത് കൊടുക്കുന്നവന്റെ പാപങ്ങളുള്ള പുറത്ത് അവരെ ശുദ്ധീകരിക്കുമെന്നാണ്. വഫളൻ, അല്ലാഹുവിന്റെ ശ്രേഷ്ഠതയായ സ്വർഗമാണ്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹുക്ക് ശരിക്ക് ക്ലിയർ ആയിട്ട് അറിയാം ആരൊക്കെ അങ്ങനെ ജീവിക്കുന്നത്. ശൈത്താൻ എന്ത് ചെയ്യും? കൊടുക്കണ്ടാരും. അല്ല പറയും കൊടുത്തടാ, അതിന്റെ പേരിൽ ഒരിക്കൽ പോലും ഒരു ഉറുപ്പ്യ എനിക്ക് നഷ്ടം വരത്തില്ല. നിങ്ങൾ ധൈര്യം ഒരു ഖുത്ബക്കപ്പുറം കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യരോട് നിങ്ങൾ പോയി ചോദിച്ചു, സക്കാത്ത് കൊടുത്തതിന്റെ പേരിൽ അവന്റെ ജീവിതത്തിൽ നഷ്ടം ഉണ്ടായിക്കണോ? അള്ളാഹുവിനെ സാക്ഷിച്ച് നെഞ്ചത്ത് കൈവച്ച് പറയും, സക്കാത്ത് കൊടുത്ത അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായതിനേക്കാൾ സന്തോഷവും സമാധാനവും വർധനവും പടച്ചോൻ തന്നിരിക്കും. എന്തുകൊണ്ടറിയോ? പൈസന്റെ ഉടമസ്ഥൻ അള്ളയാണ്. ആ പടച്ചോൻ തീരുമാനിക്കാണ്. അള്ളാഹു ചെയ്ത കരാറുകൾ, പടച്ചോനുടെ ഏറ്റ കരാറുകൾ പൂർത്തിയാക്കുന്ന ആളുകൾക്കാണ് അല്ല കൊടുക്കാൻ. ഇതില്ലാതെ അട്ടിക്കട്ടിങ്ങനെ വെക്കുക. എത്ര പറമ്പാ കൂട്ടര്, എത്ര പറമ്പ് അനന്തര സ്വത്ത് കിട്ടിയത്, റബ്ബർ, തേങ്ങ, കുരുമുളക്, ഏക്കറക്കണക്കിന് 10-15 കൊല്ലമായിട്ട് സക്കാത്ത് കൊടുത്തിട്ടില്ല. ഒരു പ്രശ്നമല്ല. ഷർട്ടും തുണിയെടുക്കുക, അവരാൽ ഭയങ്കര ലുക്കായിട്ട് പുതിയ കാറില് മക്കളെയും പേരക്കുട്ടികളും ഡയലോഗും പറഞ്ഞ് നമ്മൾ പോകുക. ഉമ്മമാരെ സലഫി മഫ്തിയും പർദിയും പാരമ്പര്യമായിട്ട് കെട്ടുകണക്കിന് അവനാന്റെ ബാങ്കിലും ലോക്കറിലും പെരയിലും പാരമ്പര്യമായി കിട്ടിയ 100 പവനും 50 പവനും സ്വർണവും എല്ലാം മക്കൾക്ക് കൊടുത്തേക്ക. സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കൂല. അള്ളാന്റെ വാക്കെന്താ അറിയോ? പടച്ചോന്റെ വാക്ക് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെക്ക, അനക്കാതെ. ഞങ്ങൾ തലമുറയായി കൊടുക്കുന്ന സ്വർണത്തിന്റെ പാത്രാണ്. അത് പേരക്കുട്ടിന്റെ ലാച്ചുകുട്ടിന്റെ കല്യാണത്തിനുള്ളതാണ്. അത് ഞങ്ങളുടെ തറവാടിന്റെ മഹിമയാണ്. അത് ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞെടുത്തേക്കുക. ഇവിടുത്തെ ഞങ്ങൾക്ക് അതിന് മാത്രം വരുമാനമൊന്നുമില്ല.
എടാ വരുമാനം കൂട്ടിയേക്കണേ, കൂട്ടാൻ മാത്രമൊന്നുമില്ല. എടാ എനിക്ക് കച്ചവടല്ലേ, കച്ചവടത്തിന് മാത്രമൊന്നും ഇല്ല, കൂട്ടൂല, കൊടുക്കൂല, ഒന്നും ചെയ്യൂല, പൂത്തിങ്ങനെ വെക്കുക. അല്ലാഹു സ്വർണം വെള്ളിയും സമ്പത്തും പൂത്തിങ്ങനെ വെക്കുക. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, പടച്ചോന്റെ മാർഗത്തിൽ കൊടുക്കൂല. അല്ലാഹുവിന്റെ വാക്കെന്താ അറിയോ? ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം. ഫബശ്ശിറുഹും, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലാഹ് കളിയാക്കാണ്, പടച്ചോൻ കളിയാക്കാൻ, നിന്ദിക്കാൻ, വല്യർത്താനം പറഞ്ഞവരൊക്കെ അല്ലാഹുവാണ്. അവനക്ക് സന്തോഷ വാർത്ത അറിയിക്കും നബിയെ, ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ ഓൽക്കുണ്ട്. സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ നിസ്കരിക്കുക, തൗഹീദ് ഉണ്ടാകുക, ഹജ്ജിന് വരെ പോവുക, ഉംറക്കിടക്കിടക്ക് പോയി വരിക, ഖുർആൻ ഓതുക, ദിക്റല്ല, എല്ലാ സംഗതിയും ചെയ്യുക. എന്തിന്? സ്വർഗം കിട്ടാൻ. എന്നിട്ട് ഈ ചെയ്തിട്ടോ പാവപ്പെട്ടവന് അല്ലാഹ് ഫർളായി കൊടുക്കാൻ വേണ്ടി പറഞ്ഞ സകാത്ത് കൊടുക്കാതെ വിഡ്ഢിയായി ദുനിയാവുന്ന് പോവുക, വിഡ്ഢിയായി പോവുക. സഹോദരിമാരെ, കാര്യം അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു ഉമ്മ വന്നു. ആ ഹദീസിന്റെ വാചകം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളെല്ലാ സ്വർണവുമായി ബന്ധപ്പെട്ട, ആഭരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയം ഒറ്റ ഹദീസുമ തീരും. നബിന്റെ അടുക്കൽ ഒരു ഉമ്മ വന്നു. ഉമ്മാന്റെ അടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ കയ്യിൽ, ഉമ്മാന്റെ കയ്യുമ്മലല്ല, ബാപ്പാരെ ഉമ്മാരെ ഉമ്മയുടെ കയ്യുമ്മലല്ല, കുട്ടിയുടെ കയ്യുമ്മ രണ്ട് വലിയ വളകൾ കണ്ടു. നബി ചോദിച്ചു, ആരോട് ചോദിച്ചറിയോ? ഉമ്മാനോട് ചോദിച്ചു, അതുഅതീന സകാത്ത ഹാദാ, ഉമ്മ ഈ കുട്ടിന്റെ കയ്യുമ്മത്തെ രണ്ട് വളക്ക് നിങ്ങൾ സകാത്ത് കൊടുത്തിട്ടില്ലേ? ഹലുമ്മ പറഞ്ഞു, ഇല്ല, കാലത്തില, നബിയെ കൊടുത്തിട്ടില്ല. നബിന്റെ ചോദ്യം, കുട്ടിക്ക് ഈ കുട്ടിൻ്റെത് ഇതിൽ ഒരു വളയാണോ, മറ്റേ കുട്ടിന്റെ രണ്ടും പാടെ കൂടിയിട്ടാണോ? ഒന്നുമില്ല. ഇസ്ലാമികമായി സക്കാത്തിന് പാകമായ നിസാബെത്തിയതാണെന്ന് പറയുമ്പോൾ നബി ഉമ്മാനോട് പറയാൻ, മോളുടെ കയ്യിലുള്ള ആഭരണത്തിന് സക്കാത്ത് കൊടുത്തോ? ഇല്ല നബിയെ. നബിന്റെ വാക്ക്, അയസുറക്കി അൻ യുസവ്വിറക അല്ലാഹു ബിഹിമാ യൗമൽ ഖിയാമ സിവാറൈനി മിന്നാർ. ഉമ്മ, നരകത്തിലെ തീയിന്റെ രണ്ട് വളകൾ നിങ്ങളുടെ കുട്ടികളുടെയും നിങ്ങളുടെയും കൈകളിൽ ധരിപ്പിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ആ വള കിടക്കണോടുത്ത് ആ കുട്ടിന്റെ ശരീരത്തിലെ നരകത്തിന്റെ രണ്ട് വള കിടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല നബിയെ. എങ്കിൽ കൊടുക്ക്. ആഭരണത്തിനൊക്കെ ഒരൊറ്റ ഹദീസ് നിസാബും അറിയും, ഫളിലും അറിയും, കൊടുക്കേണ്ടതിന്റെ ഗൗരവം അറിയും. അറിയാത്ത കേടൊരാൾക്കും നമ്മുടെ മഹലിലില്ല. നമ്മളെ മഹലിൽ കിതാബ് എഴുതിയ മനുഷ്യന്മാരുള്ളതാണ്. സക്കാത്ത് മാത്രം ഗ്രന്ഥം എഴുതിയ ഖത്തീമാരും പണ്ഡിതന്മാരുള്ളവരാണ്. എത്ര വർഷമായി, എന്നാലും പറമ്പമ്മ തൊടൂല. തൊടാത്തോനെ അള്ള തൊട്ടോളും. തൊടാത്തോനും പൂത്തിവെച്ചോനും പടച്ചോൻ പിടിച്ചോളും. സോടെ വല്യർത്താനൊക്കെ ശ്വാസം മുട്ട് വരെ ഉണ്ടാവുള്ളൂ, മൂക്കുകൂടെ ബ്ലഡ് വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. കക്ഷത്തിലൊരു മുഴ വന്നിട്ടേ ഇതിങ്ങനെ RCC കൊണ്ടുപോകാറുന്നത് വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ മരിക്കാൻ കിടക്കും മരക്കാരോട്, ഞാൻ വലിയ തറവാട്ട് താഴെ, ഇനി അവിടുത്തെ എന്റെ സ്ഥലം വിറ്റിട്ടാണ് അവിടെ കോളേജ് ഉണ്ടാക്കിയത്, മദ്രസ ഉണ്ടാക്കിയത്, കൊല ഉണ്ടാക്കിയത്, ഓഫീസ് ഉണ്ടാക്കിയത്. മരക്കാട് അതൊന്നും ഉത്തരല്ല. ഒറ്റ ചോദ്യമാണ്, മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പം അല്ലാഹു റബ്ബി എന്ന് പറയാൻ അല്ല പറഞ്ഞ ഇസ്ലാം കാര്യത്തിൽ 5 അവനാണ് തോക്കത്തുണ്ടായിട്ട് ചെയ്തിക്കണോ? അത് ചെയ്തിട്ടില്ല. പിന്നെ അനുഭവിക്കാൻ തുടങ്ങാൻ. ആ അനുഭവത്തിന്റെ ഒരൊറ്റ ഭാഗം ഖുർആൻ പറഞ്ഞതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. ദുനിയാവുന്നേ സക്കാത്ത് കൊടുക്കാതെ പരലോകത്തേക്ക് പോയ മനുഷ്യനെ അല്ലാഹു ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ടോ അവന്റെ സമ്പത്തെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടും. ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും. അവന്റെ സമ്പത്ത്, ആഭരണം ഉണ്ടാവും, പൈസ ഉണ്ടാവും, ചില്ലറ ഉണ്ടാകും, തട്ടിയെടുത്തുണ്ടാവും, കൊടുക്കാത്തൊക്കെ ഉണ്ടാവും. എല്ലാം കൂടി പടച്ച തമ്പുരാൻ ഉരുക്കും, മെറ്റലാക്കി അല്ല ഒരുക്കും. എന്നിട്ടവന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും നെറ്റിഭാഗത്തും പടച്ചവൻ അവനെ അതുകൊണ്ട് വേവിച്ചു വെക്കും. ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി മെഴുകുതിരിന്റെ മുകളിലിങ്ങനെ ആക്കിയിട്ട് കയ്യിന്നിങ്ങനെ ഉറ്റിച്ചോക്കൊണ്ടിൻ. രണ്ടാമത്തെ ഉറ്റിക്കൽ നമ്മൾ കയ്യിലെടുക്കും. സ്വർണ്ണവും വെള്ളിയും അള്ളാഹു തീയിലിട്ട് ഉരുക്കി നമ്മുടെ സമ്പത്തിന് ലോഹമാക്കി അതിട്ട് ഉരുക്കി നമ്മുടെ ശരീരത്തിൽ വെക്കാന്നാൽ
ബാപ്പാരെ ഉമ്മാരെ 12:30 എടവണ്ണങ്ങാടിയിൽ ചെരുപ്പിടാതെ ടാറിട്ട റോട്ടും പോയിട്ട് 10 മിനിറ്റ് കാലും കൊണ്ട് നിൽക്കാൻ കഴിയില്ല, പൊള്ളച്ചിട്ട് നമ്മൾ പോകും. എന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത്, സമ്പത്ത് മുഖത്തും ശരീരത്തിന്റെ പിൻഭാഗങ്ങളും മുൻഭാഗങ്ങളും പടച്ചവൻ വെക്കും, എന്നിട്ട് പറയും ഹാദാ മാ കനസ്തും ലിഅൻഫുസിക്കും, ഇതാണടാ സക്കാത്ത് കൊടുക്കാതെ നീ ഉണ്ടാക്കിച്ച പൈസ, ആസ്വദിച്ചോ. എന്താ പറഞ്ഞ കുറയുന്നല്ലേ? കുറഞ്ഞിട്ടില്ല, കൂടന്നാണ്. കുറഞ്ഞിട്ടില്ല, കൂടന്നാണ്. തറവാട് മുതലാന്നല്ലേ? അനുഭവിച്ചോ. ഫദൂഖു വമാ കുൻതും തക്നിസൂൻ. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ പടച്ചോനോട് കൊടുത്ത കരാർ തെറ്റിച്ചതുകൊണ്ട് നീ ഈ ശിക്ഷ ആസ്വദിച്ചോ എന്ന് പരലോകത്ത് പറയും. അതുകൊണ്ട് തീരുമാനം ഉണ്ടാകണം. മരിക്കുമ്പം ഞാൻ മരിച്ചാൽ എന്റെ അനന്തര സ്വത്തുനിന്ന് സക്കാത്തും കടവും വീട്ടിയിട്ട് അനന്തരാവകാശികൾക്ക് 1/2 സെന്റ് പോയിട്ട് പാത്രത്തിന്റെ പിഞ്ഞാനെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര ഗൗരവമുണ്ട്? ഞാൻ മരിച്ച എന്റെ അനന്തര സ്വത്തുനിന്ന് സക്കാത്തും കടം വീട്ടിയിട്ട് ബാക്കി അനന്തര സ്വത്ത് ആകുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഒരു സക്കാത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാധാന്യം വെച്ചാല്, മരിക്കുമ്പോൾ സക്കാത്ത് കൊടുത്ത് ക്ലിയർ ആക്കി മരിച്ചു പോകുക, തീരുമാനം ഉണ്ടാക്കുക. ആരെങ്കിലും ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ തൗബ ചെയ്യുക, സദഖകൾ വർദ്ധിപ്പിക്കുക, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ്. 2 കാര്യം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്ന്, സക്കാത്ത് കൊടുക്കണം എന്ന് നമ്മൾ കേട്ടു. ഇൻഷാ അല്ലാഹ് ഒരാൾ ഇന്ന് ഇസ്ലാമികമായി നിസാബ് എത്തിയ ആൾക്കാർ ഒരിക്കലും ഒഴിവാകരുത് ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തത്, സക്കാത്ത് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. നിസ്കാരം പോലെ, നോമ്പ് പോലെ ഇസ്ലാമികമായി ഫർളായൊരു കർമ്മാണ്. അതിനൊരു വ്യവസ്ഥ ഉണ്ട്, ഒരു വ്യവസ്ഥ. ഞാൻ മനസ്സിലാകുന്നതിന് വേണ്ടി പറയണം. 2 മണിക്ക് നീച്ചാണ്ട് ഞാൻ എപ്പോഴാണ് നീച്ചത് കാരണം സുബഹിസ്കരിക്കാൻ പറ്റൂല. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നിസ്കാരം പടച്ചോൻ സ്വീകരിക്കാത്തതിന് കാരണം അള്ള പറഞ്ഞ സമയത്തല്ല. ഇതേപോലെ സക്കാത്ത് കൊടുക്കുമ്പം അതിനൊരു മാനദണ്ഡം. നമ്മുടെ സാധാരണ ആളുകൾ നല്ലതായിട്ട് ചോദിക്കും, ഈ കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കും. ഞാൻ ശരിക്കാ ഭാഗം പറയട്ടെ. കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ, അയലോക്കക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ, പെങ്ങളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ, പെങ്ങളെ ഭർത്താവിന് അളിയന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ? സോളെ, ഇത് നമ്മൾ അറിയേണ്ടത് പരിശുദ്ധ ഖുർആൻ. യുവാക്കൾ വീട്ടിൽ പോയിട്ടും കൂടി നോക്കാനാട്ടെ, മുതിർന്നവരൊക്കെ. നമ്പർ പറയാണ് സൂറത്ത് തൗബ, 9-ാം അധ്യായം സൂറത്ത് തൗബ, 60-ാമത്തെ ആയത്തിലുണ്ട് ആർക്കൊക്കെ കൊടുക്കാം, അവർക്കാണ് കൊടുക്കേണ്ടി. 9-ാം അധ്യായം സൂറത്ത് തൗബ, 60-ാമത്തെ ആയത്ത്. വീട്ടിൽ പോവുക, ഉമ്മാന്റെയും പെങ്ങന്മാരൊക്കെ മുന്നിലൊക്കെ ഇതിങ്ങനെ വായിക്കുക, അടിയിലുണ്ടാവും അർത്ഥം. അങ്ങനെ എഴുതുക, അല്ലെങ്കിൽ തന്നെ ടിക്ക് ചെയ്യുക. 8 ആളുണ്ടാവും. ഈ 8 ആൾക്കാണ് സക്കാത്ത് കൊടുക്കാൻ പാടുള്ളത്. ആ 8ന്റെ പുറത്ത് കൊടുത്താൽ സക്കാത്ത് ആവൂല. 8ന്റെ പുറത്ത് കൊടുത്താൽ സക്കാത്ത് ആവൂല. 1 എല്ലാവർക്കും അറിയാം. 1 ഇന്നമ സ്വദഖാത്ത്, ഇതാണ് സക്കാത്ത് കൊടുക്കേണ്ടവർ. ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അസ്സദഖാത്തു സക്കാത്ത് ലിൽ ഫുഖറായി, ഫഖീർ. എല്ലാവർക്കും അറിയാം. ഒറ്റ വാക്ക് പറയാണ്, അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ഫഖീറന്മാർ. വൽ മസാക്കീൻ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ മുമ്പ് പൈസ ഉണ്ടായിരുന്നു, ഇപ്പല്ല. മുമ്പ് കച്ചവടം ഉണ്ടായിനി, ഇപ്പല്ല. വീട് പഴയ കയറ്റിയ വീട് 2 നിലണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ അവർക്ക് പുറത്തേക്ക് അറിയാൻ കഴിയില്ല, ആൾക്കാർക്ക് അറിയില്ല. മകൻ ഗൾഫിലുണ്ട് നമ്മളെ ധാരണ. ഓൻ അന്ന് കച്ചവടം ഉണ്ടായി, ഇപ്പല്ല. ആരോടും പറഞ്ഞിട്ടില്ല. മുന്നിൽ ഏട്ടന്റെ ചെറിയ വണ്ടി ഉണ്ട്, ആ വണ്ടി കണ്ടാണ്ട് നമ്മൾ ഇപ്പോഴും ലാഭത്തിലാണെന്നാ കരുതിക്കണേ. പക്ഷെ അഭിമാന ബോധം കൊണ്ടും ഓരോ ജീവിതം കൊണ്ട് പുറത്ത് പറയാൻ വയ്യ. അവരാണ് മിസ്കീൻ. ഫക്കീറിനെ നമുക്ക് അറിയും, ലിസ്റ്റിലുണ്ടാവും. മിസ്കീൻ ലിസ്റ്റിലുണ്ടാവില്ല. മഹല്ല് കമ്മിറ്റിക്കാരും ഖത്തീബിന്റെ ഒക്കെ ചുമതലയാണ്, നമ്മളും ചുമതലയാണ്. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സക്കാത്തിന് അർഹതയുണ്ടെങ്കിൽ അത് അറിയിക്കുക എന്നുള്ളത്. 2. 3 വൽ ആമിലീന അലൈഹ, സക്കാത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അതിന്റെ കൈകാര്യകർത്തം നിർവഹിക്കുന്ന ആളുകൾക്ക് സക്കാത്തിന്റെ ഓഹരി എടുക്കാവുന്നതാണ്. വൽ മുഅല്ലഫതി ഖുലൂബുഹും, ഇസ്ലാമുമായി ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ. 2 അഭിപ്രായമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം, ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ആളുകൾ. ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ആൾക്കാരുടെ ബാപ്പാന്റെയും ബാന്റെയും സ്വത്ത് അവർക്ക് ഉണ്ടാവില്ല. അനന്തര സ്വത്ത് മുസ്ലിമിൻ്റെത് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അവർക്ക് ഉണ്ടാവില്ല. അവരെ സംരക്ഷിക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് പുതു മുസ്ലിമീങ്ങൾ, എന്നാൽ
ന്യൂനപക്ഷ പണ്ഡിതന്മാർ ഇസ്ലാമുമായി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷ അഭിപ്രായം ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിമീങ്ങൾ എന്നതാണ്. വഫിർ റിഖാബ്, അടിമമോചനം നമ്മുടെ നാട്ടിലില്ല. വൽ ഗാരിമീന, കടം കൊണ്ട് ബുദ്ധിമുട്ടിയവർ. ഇതില് ഒറ്റ വാചകത്തിലൊരു കാര്യം പറയണം. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുക. ഈ പള്ളിക്ക് ഇരിക്കണം, എന്റെ അറിവ് പ്രകാരം കുട്ടികളല്ലാത്ത എല്ലാവർക്കും കടം ഉണ്ടാവും. അതിന് രണ്ട് കാര്യം ഉണ്ടാവും. ഒരാള് ഈ എന്തേ സക്കാത്ത് കൊടുക്കാതെ, കടക്കാരന് സക്കാത്ത് ഇല്ല എന്നുള്ളുണ്ട്. എന്നാ ഞങ്ങൾ ഇവിടുത്തെ ലോകത്തെ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് അടുത്തുന്ന ഒരു മുതലാളിക്കും സക്കാത്ത് കൊടുക്കണം, ലോകമൊക്കെ കടം ഉണ്ടാവും. കടക്കാരന് സക്കാത്തില്ല എന്ന് എന്താ അറിയോ? ജീവിക്കാൻ നിർവാഹമില്ലാതെ കടം വാങ്ങി അത് തിരിച്ചെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കടമില്ലാത്തത് അല്ല സക്കാത്തിൽ കൊടുക്കണ്ടാത്തത്. അല്ലാതെ ഞാൻ അധ്യാപനാണ്, എനിക്ക് വരുമാനമുണ്ട്, ഞാൻ എന്റെ ചങ്ങാന്റെ ഒക്കെ ഒന്ന് മോട്ടോർ സൈക്കിൾ വാങ്ങാൻ വേണ്ടി 50,000 റുപ്യ കടം വാങ്ങി, ഇങ്ങോട്ട് എനിക്ക് സക്കാത്തില്ല, എനിക്ക് 50,000 റുപ്യ കടമുണ്ട്. ആരാ ഇത് പറ്റിക്കണത്? എന്താ കടക്കാരെന്നറിയോ? ഇവിടെ തന്നെ നമ്മൾ കൊടുക്കേണ്ട സക്കാത്ത ഏത് കടക്കാരനാ കൊടുക്കേണ്ട അറിയോ? ജീവിതത്തിൽ കട്ടപ്പാടോണ്ട് കടം വാങ്ങി, ആശുപത്രി ചെലവുകൊണ്ട് കടം വാങ്ങി, വീടൊന്നാകെ പൊളിഞ്ഞു, ചെറിയൊരു വീടുണ്ടാക്കാൻ വേണ്ടി ആരും സഹായിക്കാനാത്തോണ്ട് കടം വാങ്ങി, അല്ലാതെ വീടിന്റെ മേൽപ്പെട്ടെടുക്കാനും വണ്ടി വാങ്ങാനും ഞാൻ ഈ നാട്ടിൽ ഗംഭീരമായിട്ട് 100 ആളെ വെച്ച് കല്യാണം നടത്തിയാൽ നടക്കൂട്ടോ? വേണ്ട, അത് തറവാടിന് മോശാറിന് 1000 ആൾക്കാരെ വെച്ചാണ്ട് കല്യാണം നടത്തിന് ആ കടക്കാരന് ഓൾക്ക് സക്കാത്ത് എങ്ങനെ കൊടുക്കാൻ പാടുന്നു? സക്കാത്ത് കൊടുക്കേണ്ടത് ശുദ്ധമായ പൈസ അല്ലാഹ് ആയത്തിറക്കിയത് ജീവിക്കാൻ നിർവാഹമില്ലാതെ കടം വാങ്ങി അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണ്. അവരാണ് സക്കാത്തുനിന്ന് ഒഴിവും. അല്ലാതെ ഇവിടെ ദുനിയാവിൽ ആൾക്കാരും ഈ അങ്ങാടി ഏത് കച്ചവടക്കാരനാണ് സക്കാത്ത് ഉണ്ടാകുക? എല്ലാവർക്കും കടാണ്. ആ കടമല്ല, ജീവിക്കാൻ നിർവാഹമില്ലാതെ വാങ്ങിയത് അവർക്ക് കൊടുക്കാം. വഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ. പുതിയ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം ഏതാവില്ല. പുതിയ കാലഘട്ടത്തിൽ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക്, പണ്ഡിതന്മാരുടെ ആധുനിക ഫത്വ പറയാണ്, ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാം. വബ്ന സബീൽ, വഴിയാത്രക്കാർ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടില് ആരെങ്കിലും വന്നു, അവർക്ക് പൈസല്ല, പോകാൻ പൈസല്ല, ബുദ്ധിമുട്ട് പേഴ്സടിച്ചു പോയി എങ്കിൽ അയാൾക്ക് പള്ളി കമ്മിറ്റിയെ സമീപിക്കാം, സക്കാത്തിന്റെ ഓഹരിയിൽ നിന്ന് കൊടുക്കാം. ഈ 8 ആൾക്കാർക്കാണ്. അപ്പൊ നമ്മൾ കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റും. ഈ 8 എണ്ണത്തിൽ പെട്ടാൽ, ഈ 8 എണ്ണത്തിൽ കുടുംബക്കാർ പെടുന്നുണ്ടോ? കൊടുക്കാം. യതീമാണോ, മിസ്കീനാണോ, കടക്കാരനാണോ, ഈ പറഞ്ഞ രൂപത്തിൽ കടക്കാരനാണോ കൊടുക്കുക? ഇതിൽ പെടുന്നില്ലേ? കുടുംബക്കാരനില്ല, അയലോക്കാരന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റും. ഈ പറഞ്ഞ 8 അഥവാ കുടുംബമാണ്, അയലോക്കാണ്, അളിയനാണ്, മൂത്തമ്മയാണ്, ഇതല്ല മാനദണ്ഡം. അവർ ഈ 8 വിഭാഗത്തിൽ പെടുന്നുണ്ടോ? കൊടുക്കുക. ഈ 8 വിഭാഗത്തിൽ പെടുന്നില്ലേ? കൊടുക്കാൻ പാടില്ല. കൊടുത്ത സക്കാത്താവില്ല. നമ്മുടെ വികാരത്തിനനുസരിച്ചല്ല നിങ്ങളുടെ വിഭാഗത്ത്. പുതിയ കാലത്തെ മുതലാളിമാരായ ആളുകൾ ഇതുവരെ റിലീസാക്കും. വീട്ടിൽ നിൽക്കുക, ആൾക്കാർ ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് പൈസ ഇങ്ങനെ കൊടുക്കുന്ന റീലുണ്ടുക, എന്നിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ എന്നിട്ട് ഇങ്ങനെ ലാസ്റ്റ് എത്രയുടെ കൊടുത്ത്? 1,35,000. 1,35,000 സക്കാത്ത് കൊടുത്തു. അത് സക്കാത്തല്ല. സക്കാത്ത് എനിക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടാകണം, ഞാൻ കൊടുത്തത് ഈ 8 അവകാശികൾക്കുള്ളതാണ്. പള്ളി കമ്മിറ്റി കൊടുക്കുമ്പോഴേ അവിടെ പറയണം, അത് അവർക്ക് അതിനനുസരിച്ചാണ് തീരുമാനം, എന്നാലും പറയാൻ ബോധ്യം ഉണ്ടാകണം. ഇനി കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ മനസ്സിലുണ്ടാകാൻ ഇന്നോട് പറയാൻ, ഞാൻ എന്നോട് പറയാൻ നോക്കും, മൗലവി നിങ്ങൾ ആ ഭാഗത്ത് സക്കാത്തിന് അർഹതയുള്ള ആൾക്കാർ ലിസ്റ്റും തരണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്കൊരായിരം തവണ ഞാൻ ചിന്തിച്ചിട്ടാണ് ഒരാളെ പേരെടുക്കേണ്ടി. കുറെ മനുഷ്യന്മാര് ഓല ഫർളായ സക്കാത്തിന്റെ പൈസയാണ് കൊടുക്കുന്നത്. അത് ഇന്റെ പാർട്ടി, ഇന്റെ അയലോക്കം, ഞാൻ കമ്മിറ്റിയാവുമ്പോ പിന്നെ എന്റെ എടുത്തല്ലോ കൊടുത്തില്ലെങ്കിൽ ഓലിനോട് എന്താ പറയാ? ഇതൊന്നും സക്കാത്തിന് മാനദണ്ഡമല്ല. ഓൽക്കൊക്കെ സ്വതം കൊടുക്കാം. ഓൾക്കൊക്കെ ഞാൻ ലിസ്റ്റ് ഇടുമ്പം എനിക്ക് ബോധ്യം ഉണ്ടാകണം, ഈ 8 ആൾക്കാർ ഞാൻ എന്റെ അയലോക്കാരന്റെ പേര് എഴുതാൻ പറ്റും. ഓം ഫക്കീറോ മിസ്കീനോ ഇതോ ആകണം. അല്ലാതെ ഇവിടെ ഒരു പേര, ഇപ്പുറത്തൊരു വീട്, ഇവിടുത്തെ 3 വീട്ടിലേക്കും നമ്മൾ സക്കാത്തിന്റെ പൈസ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പം മുതലാളിയായ ഇവന്റെ മുന്നിൽ കൂടെ പോകുമ്പോ ഓന് കൊടുത്തിട്ടില്ലെങ്കിൽ ഓന് മോശല്ലേ? അത് സക്കാത്തല്ല. ഓന് കൊടുക്കുക, സ്വതം കൊടുക്കുക, ഗീശിന് പൈസ എടുത്ത് കൊടുക്കുക. സക്കാത്ത് കൊടുക്കാൻ പാടില്ല. സക്കാത്ത് ഫക്കീർ, മിസ്കീൻ, ഇതുമായി ബന്ധപ്പെട്ടവർ, കടക്കാരൻ, അതേപോലെ
അടിമമോചനം, ഇസ്ലാമിന്റെ ദഅവാ പ്രവർത്തനം, അതേപോലെ അവസാനം പറഞ്ഞ വബ്ബിന് സബീൽ, ഇവർക്കാ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴേ സക്കാത്താവുള്ളൂ. മറ്റേ സ്വതക്കയാണ്. സഹോദരങ്ങളെ, രണ്ടാമത്തെ ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കാൻ വൈകുന്നേരം പറ ഒറ്റത്. അവസാനത്തെ 10 ദിവസമാണ്. പരമാവധി ലൈലത്തുൽ ഖദ്റൊക്കെ കിട്ടേണ്ട ദിവസങ്ങളാണ്. നമ്മൾ ഒഴിവുണ്ടാണ്, യുവാക്കളും കച്ചവടക്കാരും എല്ലാവരും ഉണ്ടായതുകൊണ്ട് പറയാൻ, ഇഴ്തികാഫിരിക്കണം പറ്റുന്ന ആൾക്കാർ ഇരിക്കുക. അത് രാത്രി മൊത്തമായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹിന്റെ വലിയ കൂലിയാണ്. ഇനി നമുക്കൊരു കുറച്ചു നേരമാണ്, കുറച്ചു നേരെങ്കിലും ബിസ്മി ചൊല്ലി പള്ളിക്ക് വരിക, കുറച്ചു നേരം ഖുർആൻ ഓതുക, കുറച്ചു നേരം ദിക്റില്ല. 30ാമത്തെ ദിവസം കഴിഞ്ഞാൽ ഇപ്പോഴുള്ള കൂലി മൊത്തം നിൽക്കും. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. 19 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന ദിവസം വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയെ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ഞങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രാർത്ഥന നമ്മുടെ വീടുകളിൽ ഇന്ന് സ്റ്റിക്കറായി ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, പാപങ്ങൾ പൊറുക്കുന്ന നാഥ, പാപങ്ങൾ പൊറുക്കാൻ ഇഷ്ടമുള്ള നാഥ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ എന്നും പ്രാർത്ഥിക്കുക. കഴിവിന്റെ പരമാവധി അവസാനത്തെ 10 പള്ളിയുമായി സഹകരിക്കുക, ദാനധർമ്മം വർദ്ധിപ്പിക്കുക. കിട്ടുന്ന സമയത്ത് പള്ളിയിൽ വരിക. സഹോദരങ്ങളും സഹോദരിമാരും, രാവിലെയാണെങ്കിൽ രാവിലെ, രാത്രിയാണെങ്കിൽ രാത്രി, കിട്ടുന്ന 1 മണിക്കൂറെങ്കിലും 1.5 മണിക്കൂറെങ്കിലും നമ്മൾ പള്ളിക്ക് വരിക. സൽക്കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പങ്കെടുക്കുക. പ്രവാചകൻ രാത്രിയെ പകൽ പോലെയാക്കിയ ദിവസങ്ങളാണ്. നമ്മളാൽ കഴിയുന്നത് ചെയ്യുക. സക്കാത്തിന്റെ കാര്യം മറക്കാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ കഴിയുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നാഥ നീ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളെയും നീ റയ്യാൻ കവാടത്തിനുതകുന്ന പുണ്യപ്രവർത്തനങ്ങളാക്കി സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, സക്കാത്ത് കൃത്യമായി കൊടുക്കുകയും അതുവഴി അള്ളാഹുവേ ഇസ്ലാം കാര്യങ്ങൾ പൂർണ്ണമായും നിർവഹിക്കുക വഴി പടച്ചവന് പ്രിയപ്പെട്ടവരായി ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുമ്പോൾ ശൈത്വാൻ ഒരുപാട് പ്രേരണകൾ നൽകും. ആ പ്രേരണകളെ അതിജയിക്കുവാനുള്ള തഖ്വയും ഈമാനും സൂക്ഷ്മതാബോധവും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇപ്പോഴിതാ ഫലസ്തീനിലും ഗസയിലും അടക്കം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് സഹോദരങ്ങൾ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് നാഥ. റഹ്മാനായ നാഥ, ഗഫൂറായ നാഥ, മുഴുവൻ സഹോദരീ സഹോദരങ്ങൾക്കും സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഞങ്ങളെ സഹായിച്ചവർ നാഥ നീ അവർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാടിനെ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദീനിയായി ജീവിക്കാൻ പറ്റുന്ന നല്ല നാടാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ ദീനിയായ മക്കളാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങളെ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. آمين 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 برحمتك يا أرحم الراحمين.